വിക്രത്തെ ഓർത്തിട്ടാ അമ്മയ്ക്ക് ഇതൊക്കെ സംഭവിക്കുന്നത്. എല്ലാ കാലത്തും അവൻ ഓർത്തായിരുന്നു അമ്മയുടെ സങ്കടം. വേദ വന്ന് കയറിയപ്പോ എല്ലാത്തിനും ഒരു അവസാനമായെന്ന് കരുതിയതാ. അവന്റെ സ്വഭാവത്തിന്റെ രീതികളൊക്കെ മാറ്റം വന്നപ്പോ അമ്മയും അച്ഛനൊക്കെ ഒരുപാട് സന്തോഷിച്ചിട്ടുള്ളതോ. പക്ഷെ അതിനിടയിൽ വിക്രം എവിടെയാണെന്ന് വേദിക്ക് വല്ല ഇൻഫർമേഷൻ ഉണ്ടാവോ? അല്ല, ഇപ്പോഴത്തെ അവസ്ഥയില് അവൻ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെന്ന് തോന്നിയില്ലേ? സേഫായിട്ട് വിളിക്കാൻ പറ്റിയ ആള് വേദയാണെന്ന് അവന് തോന്നിയിട്ടുണ്ടാവില്ലേ? അവളായിട്ട് ഉപേക്ഷ ഇറങ്ങിപ്പോയതല്ലേ? എനിക്ക് തോന്നുന്നില്ല. എന്നാലും വേദയെ അമ്മയുടെ അവസ്ഥ അറിയിക്കേണ്ട വിശ്വട്ടാ. അമ്മ അവളെ എത്രമാത്രം സ്നേഹിച്ചതാ. തിരിച്ച് അവൾക്കും അമ്മയുടെ വലിയ ഇഷ്ടമായിരുന്നു. നാളെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ അവള് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നുകൂടാന്നില്ലല്ലോ. നീ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നില്ലേ നല്ലത്? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ അതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ കാണും. അതാണ് ആകെയുള്ള ഒരു സന്തോഷം. എന്നെ പുകഴ്ത്താൻ നിൽക്കാതെ വിശ്വട്ട് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ വേദയൊന്ന് വിളിക്കട്ടെ? നീ വിളിച്ചോ. ഇനി പറഞ്ഞില്ല എന്നൊരു വിഷമമാണ്. ശ്രീനിവാസൻ സിന്ദാബാദ്. ശ്രീനിവാസൻ സിന്ദാബാദ്. കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്. കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്. ധീരസഖാവേ ശ്രീനിവാസ. ധീരസഖാവ് ശ്രീനിവാസ. ധീരതയുടെ നെഞ്ചോട്. കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്. കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്. നിങ്ങൾ നേരെ പാർട്ടി ഓഫീസിലേക്കല്ലേ? ഞാനും കൂടെ എത്താം. വൈകിട്ട് നെല്ലിപ്പൂടി ജംഗ്ഷനിലെ വിശദീകരണ യോഗത്തിന് പരമാവധി ആളുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ സാർ. നിങ്ങൾ അകത്തേക്ക് വാ. ഇന്ന് വൈകിട്ട് ജംഗ്ഷനിൽ ഒരു യോഗമുണ്ട്. അറസ്റ്റിന്റെയും ഇന്ന് കിട്ടിയ ജാമ്യത്തിന്റെയും പശ്ചാത്തലത്തിൽ ആളുകൾക്ക് മുന്നിൽ ഒരു വിശദീകരണ യോഗം. എന്തായാലും ജാമ്യം അനുവദിച്ചല്ലോ, അത് മതി. നോൺ ബെയിലബിൾ വകുപ്പ് ചുമതലന്ന് സിഎക്ക് മുന്നിൽ സമ്മർദ്ദമുണ്ടായിരുന്നു. അതുപോട്ടെ, ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതിനുള്ളിൽ ഇപ്പൊ പറ്റിയിരിക്കുന്ന ഈ കോട്ട നികത്താൻ പറ്റും. സാറൊന്ന് ഉഷാറായി ഇറങ്ങി തന്നാ മതി, ബാക്കിയൊക്കെ ഞങ്ങളായിക്കോളും. അല്ലേ രാജേട്ടാ? വിക്രമില്ലാത്തതിന്റെ കുറവ് ഇപ്പൊ ശരിക്കും അറിയുന്നുണ്ട്. അന്നാ സാബുവിനെ അറ്റാക്ക് ചെയ്തു പോയതിനു ശേഷം അവനെ പറ്റി വിവരമൊന്നുമില്ല സാറേ. അത് അവനാണെന്ന് സാറിന് ഉറപ്പാണ്. വേറെ ആർക്കാണ് അത്ര ധൈര്യം? അങ്ങനെയാണെങ്കിൽ സാറിന്റെ അറസ്റ്റ് വാർത്ത അറിയുമ്പോൾ അവൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കില്ലേ? അത് അവനും കൂടി അപകടമല്ലേ? അതായിരിക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുൺ വിഷയത്തില് വിക്രം നിരപരാധിയാണെന്ന് തെളിയണം. അതോടെ പ്രശ്നങ്ങൾ മുഴുവൻ തീരും. സുധേ, ആ ഫോണിൽ ഹലോ വാസവ, ജാമ്യം കിട്ടിയല്ലേ? നോൺ ബെയിലബിൾ ഒഫൻസിനെ ചാർജ് ചെയ്യണമെന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നു അറിഞ്ഞു. അത് എവിടെ നിന്നായിരുന്നു എന്ന് അറിയാൻ കൂടി വിളിച്ചാ. താൻ എന്റെ രാഷ്ട്രീയത്തിനാൽ തന്റെ മേലുള്ള എന്റെ ജയം കാണിച്ചു തരേണ്ടത് വോട്ടെണ്ണി കഴിയുമ്പോഴാ. അല്ലാതെ ഇമാതിരി ഉമ്മാക്കി കാണിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അത് വാസ്തവം കാണിക്കുകയും ചെയ്യും. തന്റെ നഷ്ടവും വേദനയും എനിക്കറിയാം. പക്ഷെ അത് പ്രോഗ്രസീവ് പാർട്ടിക്കെതിരായ ആയുധമാക്കി മാറ്റാനാണ് പരിപാടിയെങ്കിൽ ഞങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കേണ്ടി വരും. ഇന്നു മുതൽ കവലകൾ തോറും വിശദീകരണ യോഗങ്ങൾ തുടങ്ങുകയല്ലേ? നിങ്ങൾ അവനെ വെള്ളപൂശി വെള്ളിപ്പിക്കുക. പുതപ്പിച്ചെടുത്തേണ്ടായാലും ഞാൻ നോക്കിക്കോളാം. എന്താ ശ്രീനേട്ട് അയാൾ പറയുന്നത്? അറസ്റ്റിൽ അയാൾക്ക് റോളൊന്നുമില്ല. പക്ഷെ വിക്രമിന്റെ കാര്യത്തിൽ അയാൾ അടവന്റാണ്. അവനെ കിട്ടിയാൽ അയാൾ വെറുതെ വിടില്ല. എനിക്കൊരു സംശയമുണ്ട്. ഇതിനിടയിൽ കളിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടാവോ? എന്റെയും വാസവന്റെ ഇടയില് പുളിക്കിനെ വെച്ച് കളിക്കാൻ ശ്രമിക്കുന്ന മറ്റാരെങ്കിലും? ഈ ഏകാന്ത തടവെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇത് അതാണ്. രണ്ടുപേരുള്ളപ്പോ എങ്ങനെ എന്റെ വിക്രം അത് ഏകാന്ത തടവാകുന്നേ? ഞാൻ തടവുകാരനും നീ തടവ് വിധിച്ച ജഡ്ജിയാണല്ലോ. സന്ദർഭവശാൽ രണ്ടുപേരും ഒരിടത്തായിരുന്നു മാത്രം. എന്നാലും തടവല്ലാതായിരിക്കൂ. എന്നാലും പുലിമടയിൽ തന്നെ ഒളിത്താവളം കണ്ടെത്തിയതിന്റെ ഒരു ത്രില്ലൊക്കെ ഇല്ലേ? നിന്റെ അച്ഛനും ചേട്ടനും പുലികളാണെന്ന് എനിക്ക് തോന്നിയിട്ട് വേണ്ടേ? ഓ, സമ്മതിച്ചു. അവരൊക്കെ വെറും എലികള്. ഇയാള് വലിയ ഊറാമ്പുലി. എന്താ കേട്ടിട്ടില്ലേ? ഊറാമ്പുലി. ഈ ഏട്ടുകാലിയില്ലേ? കൂറ. കൂറ നിന്റെ അച്ഛൻ. അച്ഛനെ വിളിക്കരുത്. വിളിച്ചാ നീ എന്ത് ചെയ്യും? അറിയണോന്ന് ഒന്നുകൂടെ വിളിക്കാൻ. അതിന് അച്ഛൻ നല്ല വിളിച്ചത്. തന്താന്ന് വിളിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. അച്ഛൻ നല്ല വാക്കല്ലേ. എന്താ ചിരിക്കുന്നേ? ആ പഴയ വിക്രമാദിത്യനും വേതാളോ ആവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതാ. ആയി വരുന്ന എന്റെ ഫോണാണല്ലോ. അത് ഹോളിലിരിക്കുക. ഞാൻ പോയി ആരാ നോക്കട്ടെ. കുറച്ച് മാറിയിരിക്കും. ഹലോ ശ്രീചേട്ടത്തെ. വേദേ, പറയട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയണം. ചോദിക്ക്. അത് വേദിക്ക് വിക്രം എവിടെയാണെന്ന് വല്ല അറിവുണ്ടോ? അത് ഇല്ലല്ലോ ഏട്ടത്തെ. അല്ല, എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്ക്? അത് അമ്മയ്ക്ക് വിക്രമിനെ കാണുമെന്ന് പറയുന്നുണ്ട്. അമ്മ ആശുപത്രിയിലാ. ആശുപത്രിയിലോ? എന്ത് വെച്ച്? അത് കഴിഞ്ഞ ദിവസം രാത്രി. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? ഭേദമുണ്ട്. ഞാൻ വരാം ഏട്ടത്തെ. എനിക്ക് അമ്മയൊന്ന് കാണണം. നന്നായി വേദേ. അമ്മയ്ക്ക് അത് വലിയ സന്തോഷവും. ശരി മോളെ. ആരായിരുന്നു ഫോണില്? ഇന്നലെ വിക്രം സംശയിച്ചതും ടെൻഷൻ അടിച്ചതും സത്യമായി ശ്രീജേടത്തെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശ്രീജേടത്തെ എന്നെ വിളിക്കാതിരിക്കില്ലെന്ന്. നീ കാര്യം പറ, എന്താ ഉണ്ടായത്? അമ്മ ആശുപത്രിയിലാ. അയ്യോ, എന്താ പറ്റി? ഉറക്കത്തില് ഫിറ്റ്സ് പോലെ വന്നു അത്ര. ഇന്നലെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇന്നൊരു ചെറിയ നെഞ്ചുവേദന പോലെ വന്നു. ഈശ്വരാ. പേടിക്കണ്ട, ആൻജിയോഗ്രാം കഴിഞ്ഞു. ബ്ലോക്ക് ഒന്നുമില്ല. സത്യമാണോ? ഞാൻ പിന്നെ വിക്രത്തിനോട് നുണ പറയൂ? ഇന്ന് രാത്രി ഞാൻ എന്തായാലും ഇവിടെ ഇറങ്ങും. എനിക്ക് അമ്മയെ പോയി കാണണം. മണ്ടത്തരം പറയാതിരിക്കും. ഞാൻ അമ്മയെ പോയി കണ്ടിട്ട് വന്നോളാം. ഞാൻ ആശുപത്രിയിലേക്ക് ഇറങ്ങുക. അതുവരെ ആ സ്റ്റോർ റൂമിനകത്തിരുന്നാ മതി. ഞാൻ വന്നതിന് ശേഷം ഇങ്ങോട്ട് പോരാം. നീ ഇതിനുള്ളിൽ നിന്ന് പോകുമ്പോഴേക്കും എനിക്ക് ഭ്രാന്ത് പിടിക്കും. അതിനകത്ത് ഇരിക്കുന്നത് ഓർക്കുമ്പോ തന്നെ. ആ അലമാരിക്കകത്ത് പുസ്തകങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. അതുമായിട്ട് ചെന്നിരുന്നോ, ബോറടിക്കില്ല. വായിക്കാൻ തുടങ്ങിയാലേ ഉറങ്ങിപ്പോകുന്ന ഞാനാ. അത് നല്ലതല്ലേ. അപ്പൊ പിന്നെ സമയം പോകുന്നത് അറിയില്ലല്ലോ. ഓ, എന്നിട്ട് വേണം ഉറക്കത്തിൽ കൂർക്കം വലിച്ച് ആ ശബ്ദം കേട്ട് ആരെങ്കിലും വന്ന് കൈയോടെ പിടിക്കാൻ. എന്നാ പിന്നെ ഉറങ്ങണ്ടെന്ന് വെക്കണം. രാത്രി നമുക്ക് ഒരുമിച്ച് പോവാം. തിരിച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ വരാം. പിന്നെ നമ്മള് ഭാര്യയും ഭർത്താവും കൂടി സിനിമയ്ക്ക് പോകുന്നത് പോലെയുള്ള ഒരു ഏർപ്പാടൊന്നും അല്ലത്. വിക്രം ഇവിടെ ഇരിക്കും. ഞാൻ പോയിട്ട് വേഗം വരാം. എത്രയും 100. ശ്രീചേട്ടത്തെ. വേദേ, ഞാൻ ക്യാൻറ്റീനിലേക്ക് പോകാൻ ഇറങ്ങിയതാ. വാ, ഇനി മുറിയിൽ കൊണ്ടാക്കിട്ട് പോവാം. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ? സിസിയിലായിരുന്നു. ഇപ്പൊ മുറിയിലേക്ക് മാറ്റി. ഫോൺ വിളിച്ചപ്പോ ഞാൻ ആ കാര്യം മനഃപൂർവ്വം പറയാതിരുന്നത്. വെറുതെ വേദിക്ക് കൂടി ടെൻഷൻ തരുന്ന എന്തിനാ? അല്ലെ, എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഭാഗ്യത്തിന് ബ്ലോക്കൊന്നുമില്ല. സ്ട്രെസ്സും ടെൻഷനും കാരണമെന്ന് ഡോക്ടർ പറഞ്ഞു. സത്യം പറഞ്ഞ
വേദ പോയത് മുതല് അമ്മയുടെ ഉഷാറെല്ലാം പോയി. നനഞ്ഞ കോഴിയെ പോലെ എപ്പോഴും ഒരേ ഇരിപ്പാ. ദാ ഇതുവഴി പോ. സത്യത്തില് വേദ എന്തിനാ പോയത്? എന്നെങ്കിലും ഒരിക്കലും വേദ അത് പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദേ ഇതാണ് മുറി. അച്ഛനും അമ്മയും അകത്തുണ്ട്. ചെല്ല്, ഞാൻ ക്യാൻറ്റീനിൽ പോയിട്ട് വരാം. ഉച്ചത്തേക്ക് അമ്മയ്ക്ക് കഞ്ഞി വാങ്ങണം. മോളെ വേദേ, അയ്യോ വേണ്ട, അമ്മ കിടന്നു. മോളിതെങ്ങനെ അറിഞ്ഞു? ശ്രീചേട്ടത്തി ഫോൺ ചെയ്തിരുന്നു. നന്നായി, അങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ എനിക്ക്. ഉറക്കത്തിൽ ഫിറ്റ്സ് വന്നതായിരുന്നു. അറിഞ്ഞു, ശ്രീചേട്ടത്തി പറഞ്ഞു. കമലയുടെ ബൈസ്റ്റാൻഡർ എന്തേ? ഡോക്ടർ വിളിക്കുന്നുണ്ട്, ഒന്ന് മുറിയിലേക്ക് ചെല്ല്. ഞാൻ പോയിട്ട് വരാം. അവനെ നിന്നെ ഓർത്തുള്ള സങ്കടം മോളെ, വേറൊരു പ്രശ്നം അമ്മയ്ക്കില്ല എന്തിനാ അമ്മ സങ്കടപ്പെടുന്നത്? വിക്രത്തിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്ന് കരുതി സമാധാനിക്കാൻ മനസ്സ് സമ്മതിക്കണ്ട. അവനെ പറ്റി ഓർത്തുള്ള ദുസ്വപ്നങ്ങളായിരുന്നു. മുമ്പൊരിക്കലും ഇതുപോലെ ഉണ്ടായിട്ടില്ല. അരുതാത്തത് ചിന്തിക്കരുതെന്ന് വിചാരിക്കും. പക്ഷേ ചുറ്റും ആളുകൾ വേട്ടയാടാൻ നടക്കില്ലേ മോളെ, എങ്ങനെ സമാധാനത്തോടെ ഇരിക്കും? അമ്മ സമാധാനത്തോടെ ഇരുന്നോളൂ. ഒരു വേട്ടക്കാരനും വിക്രത്തെ ഞാൻ വിട്ടുകൊടുക്കില്ല. അമ്മ ഇത് ആരോടും പറയരുത്. വിക്രത്തെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗവും ഞാൻ കണ്ടില്ല. വിക്ര എന്റെ കൂടെയുണ്ട്. സത്യാണ് മോളെ. വരുണിന്റെ മരണത്തിൽ വിക്രത്തിന് പങ്കില്ലെന്ന് നമ്മൾ തെളിയിക്കുമേ. ഇതിനൊക്കെ കാരണക്കാരായ ചിലരുണ്ട്. അവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ ഞാൻ കൊണ്ടുവരും. അതുവരെ വിക്ര എന്റെ കൂടെ ഉണ്ടാവും. കൂടെ എന്ന് പറഞ്ഞ എന്റെ കൂടെ തന്നെ. എന്റെ മോൻ ചെയ്ത പുണ്യാണ് നീ. അമ്മ റെസ്റ്റ് എടുത്തു. സാധാരണ വേദ എടുക്കുന്ന ഡിസിഷൻസിൽ വേദയുടേതായ ഒരു ശരിയുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. വിക്രമിനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതിൽ പോലും വേദയുടേതായ ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് ഇറങ്ങിപ്പോരാൻ തീരുമാനിച്ചത് ശരിക്കും സ്റ്റുപ്പിഡായ ഒരു ഡിസിഷൻ ആയിരുന്നില്ല വേദ. ശരിക്കും വേദ അതിനെ പ്രേരിപ്പിച്ചത് എന്താണ്? ദർശനോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ദർശനോടെന്നല്ല, ഇപ്പൊ ആരോടും എനിക്ക് ചിലത് പറയാനാവില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. വിക്രമിനോട് പിണങ്ങിയോ വിക്രമുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കാനോ അല്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പകരം വിക്രമിന്റെ ജീവൻ ഞാൻ കാരണം നഷ്ടപ്പെടാതിരിക്കാനും. What do you mean? പറഞ്ഞില്ലേ, എനിക്ക് ഒരുപാടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ വിക്രം ഇല്ലാതെ ഒരു ജീവിതം എനിക്കില്ല. ദർശൻ 1 വർഷം മുൻപ് വിക്രമിന്റെ വീട്ടിൽ കയറി ചെന്നതും ഇപ്പൊ തിരിച്ചിറങ്ങി പോകുന്നതും വിക്രമിന് വേണ്ടി മാത്രമാണെന്ന് എനിക്കറിയാം. സത്യത്തിൽ വേദ ഇത്രയും പേടിക്കുന്നത് ആരെയാണ്? അത് പുറത്തു പറഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ വെറുതെ പുറത്തു പറഞ്ഞതുകൊണ്ട് അവരെ തളയ്ക്കാൻ പറ്റില്ല ദർശൻ. ഒരു തരത്തിലും രക്ഷപ്പെടാനാവാത്ത വിധം അവരെ നിയമത്തിന് മുൻപിൽ എത്തിക്കണം. അതിന് പക്ഷേ ഇനി അധികം സമയമില്ല. അതുവരെ എനിക്ക് ആരോടും ഒന്നും വെളിപ്പെടുത്താൻ പറ്റില്ല. ദർശനോട് പോലും. ഞാൻ എന്താണ് ഇതിൽ ചെയ്യേണ്ടത്? പറയാം, പക്ഷെ ഇത് മറ്റാരും അറിയരുത്. ദർശൻ ആരോടെങ്കിലും പറയൂന്ന് കരുതിയല്ല. ഞാൻ ആവശ്യപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആളുകൾ അത് അറിയാൻ സാധ്യതയുണ്ട്. അത് പരമാവധി എങ്ങനെ അറിയാതെ ചെയ്യണമെന്ന് ദർശൻ ആലോചിക്കണം. എന്താ വേണ്ടത്? വേദ, താൻ ഇപ്പോഴും എന്നോട് പറയാത്ത ഒരു കാര്യമുണ്ട്. ആരോടുള്ള ഫൈറ്റിനാണ് താൻ ഇറങ്ങി പുറപ്പെടുന്നത്? അത് ദർശൻ വൈകാതെ അറിയും. അതിനു മുൻപ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. പരമാവധി രഹസ്യമായിരിക്കണം. അത് കഴിയുമ്പോ വിക്രം കോടതി മുമ്പാകെ സറണ്ടർ ആവുന്നതാണ് പറയുന്നത്. ഉറപ്പായിട്ടും. അപ്പോ വിക്രം എവിടെയാണെന്ന് വേദയ്ക്കറിയാം അല്ലെ? പുളിക്കൻ എവിടെയാണെന്ന് കണ്ടെത്താത്തിടത്തോളം കാലം അതിന് പ്രസക്തിയില്ല ദർശൻ. ആദ്യം അതറിയണം. അതിനുശേഷം അയാളുടെ പിന്നിൽ ആരാണെന്ന് അറിയണം. അതും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും കണക്റ്റഡ് ആണെങ്കിൽ മറഞ്ഞിരിക്കുന്ന ചില ആളുകളെ ഞാൻ പുറത്തു കൊണ്ടുവരും. അന്നും ദർശൻ എന്നോടൊപ്പം നിന്നാൽ മതിയെന്ന് മാത്രം. പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് വിട്ടേക്കും. മോനെ ദീപ്തി, ഞങ്ങൾ ഇറങ്ങുവാണേ. ശ്രീയേട്ടൻ വരുവാണെങ്കിൽ ഫുഡ് എടുത്ത് കൊടുക്കണേ ദീപ്തി. എത്ര നാളത്തേക്ക്? ഇത്ര നാളത്തേക്കെന്ന് എപ്പോഴും ചോദിച്ചിട്ട് എന്തിനാ? ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണമെന്ന് തന്നെയാണ് എനിക്ക്. അധികം വൈകില്ല, ഉറപ്പ്. നീ എന്തിന്റെ മുറി കയറിയത്? ഇറങ്ങി പോകാൻ നോക്ക്. ഇതിനകത്തുനിന്നൊരു സംസാരം ഞാൻ കേട്ടു. അതിനുത്തരം വേദശി പറഞ്ഞാ ഞാൻ പോകാം. വരുണിന്റെ മരണത്തിന് കാരണക്കാരൻ വിക്രമല്ല. വിക്രം വേദശി ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ഞാനിത് വിശ്വസിക്കണമെന്നാണോ? അച്ഛാ,